നല്ല മൊരിഞ്ഞ ദോശയുടെ കൂടെ ഇതുപോലൊരു തക്കാളി ചട്നി കിട്ടിയാൽ ആരായാലും കഴിച്ചു പോകുമല്ലേ. അത് നമ്മുടെ ശരവണ ഭവൻ സ്പെഷ്യൽ തക്കാളി ചട്നി ആയാലോ, അടിപൊളിയല്ലേ. എല്ലാവർക്കും മൺസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അത് നമ്മൾ ഈ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാന് ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാവേ. ഉഴുന്ന് പരിപ്പിൻ്റെ കളറൊന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുളക് ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മൾ കശ്മീരി മുളകാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 5 or 6 ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ നോർമൽ മുളകിൻ്റെ അരിയെല്ലാം കളഞ്ഞിട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 8-10 12 കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. വെളുത്തുള്ളി വലുതാണെങ്കിൽ ഒരു 2-3 അല്ലി മതി. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ അതിന് പകരം സവാള ഇട്ട് കൊടുക്കാം. പക്ഷേ സവാളയെക്കാളും കുഞ്ഞുള്ളിക്കാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇതെല്ലാം ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളി നോക്കി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 പേർക്കായതുകൊണ്ട് തന്നെ കുഞ്ഞ് 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി കശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഉണക്കമുളക് നമ്മുടേത് നോർമൽ ആയതുകൊണ്ടാണ്. അങ്ങനെ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിക്കൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ തക്കാളി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാവേ. അങ്ങനത്തെ തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നമ്മൾ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന തക്കാളി ചമ്മന്തി പൊതുവേ നല്ല തിക്കായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 സ്പൂണ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 അതളം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിയില ഒരുപാടായാൽ നമ്മുടെ തക്കാളി ചമ്മന്തിയുടെ രുചി മാറും. അതുകൊണ്ട് 2 അതളം എണ്ണ ഇട്ട് കൊടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ട് തരിയൊന്നും ഇല്ലാണ്ട് ഇതുപോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്കിത് ഒരു പാൻ ഒന്ന് ചൂടാക്കാൻ വെക്കാവേ. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചു കൊടുക്കാം. കടുകും പൊട്ടിച്ച് അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയം കൊക്കനട്ട് ഓയിൽ ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് നല്ലെണ്ണ ചേർക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീരകവും കടുകും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ഉണക്കമുളകും കൂടെ ഇട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ ആ ചട്നിയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തക്കാളിയുടെ മിക്സ് നല്ലെണ്ണ വീടുമ്പോൾ തന്നെ വല്ലാത്തൊരു അടിപൊളി സ്മെല്ലാണ്. ഇത് നമ്മുടെ ചട്നിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മുടെ തക്കാളി നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ ഈ സമയം നമുക്ക് കുറച്ച് ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ ആ ഒരു പുളി ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശരവണ ഭവൻ സ്പെഷ്യൽ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് അതേ രുചിയിൽ കഴിക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളിതാ ഇവിടെ ഒരു ചൂട് ദോശയുടെ കൂടെ നമ്മുടെ ചട്നി ടേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ. ദോശയുടെ കൂടെ മാത്രമല്ല ഇഡലിയുടെ കൂടെ അത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ.